ഇത്തവണയും നീറ്റ് എഴുതിയിട്ട് കിട്ടിയില്ല. ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചതും പരീക്ഷ എഴുതിയൊക്കെ വെറുതെയായി. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ്. ഈ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് അവരുടെ ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു വലിയ റിസൾട്ടായിട്ട് അവർ കാണുകയാണ്. അപ്പോൾ ഹഗ് ഇൻ്റർനാഷണൽ എന്നിവിടെ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ശരിക്കും മാതാപിതാക്കളോടും മക്കളോടും മൊത്തത്തിലാണ്. കുട്ടിക്ക് പ്ലാൻ എ എന്ന് പറഞ്ഞ് ഈ നീറ്റ് വഴി കിട്ടേണ്ട MBBS അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റു കോഴ്സുകളോ കിട്ടുന്നില്ലെങ്കിലും നെക്സ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വിരലിൽ എണ്ണിയെടുക്കാവുന്നതിന് അപ്പുറം ഓപ്ഷൻസ് ഉണ്ട്. അതിന് തലപ്പത്തെത്തി മധുരപ്രതികാരം വേണമെങ്കിൽ മെഡിക്കൽ മേഖലയ്ക്ക് മുഴുവൻ വേണം കൊടുക്കാം. നീറ്റ് എഴുതി കിട്ടാത്ത ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഫാർമസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാർമക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം MBBS ഡോക്ടർമാരുടെ ഒക്കെ വേണമെങ്കിൽ പഠിപ്പിക്കും. നമ്മുടെ നാട്ടിൽ പിള്ളേർക്ക് ഡോക്ടറാണെന്നുള്ള ആഗ്രഹം പറഞ്ഞാൽ പിന്നെ അടുത്തൊരു കോഴ്സ് എടുക്കാനുള്ള വൈമനസ്യം എന്തുകൊണ്ടുണ്ടാവുന്നു? ഡോക്ടറാവാൻ പറ്റിയില്ലെങ്കിലും ഒരുപക്ഷെ ഇവിടെ ഒരു ഡോക്ടറായാൽ കിട്ടുന്ന ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് അപ്പുറത്തേക്ക് വേണമെങ്കിൽ VF ക്ലിനിക്സുകളെയും ഹോസ്പിറ്റലിലും സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഫണ്ട് ഫ്ലോ ചെയ്യുന്നത് ഗവേഷണ മേഖല. റെയറായിട്ടുള്ള കോഴ്സുകളിലോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും കടിപിടി കൂടുന്ന കോമ്പറ്റീഷൻ കുറവാണ്. ഈ രീതിയിലൊക്കെ കരിയർ പാത്വേസ് ഉണ്ട് എന്ന് കുട്ടികൾ അറിയണം. ഇത്തവണയും നീറ്റ് എഴുതിയിട്ട് കിട്ടിയില്ല. ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചതും പരീക്ഷ എഴുതിയൊക്കെ വെറുതെയായി. ഞാൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന കോളുകളിലെ രത്നച്ചുരുക്കമാണ് ഇത്. നീറ്റിൻ്റെയും കീമിൻ്റെയും റിസൾട്ട് വന്ന ശേഷം അത് പ്രതീക്ഷ റാങ്ക് വരാതെ നിരാശരായിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ്. അവർക്കുള്ളൊരു പരിഹാരം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും. ഹഗ് സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡായിട്ട് കരിയർ ഡിസൈനിങ്ങിനെ കുറിച്ച് ഏതൊരു വ്യക്തിക്കും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പങ്കുവച്ചിട്ടുള്ള നമ്മുടെ കരിയർ ഗുരുവായിട്ടുള്ള ഡോക്ടർ ഐസക് തോമസ് സാറാണ് ഈ എപ്പിസോഡിലും നമ്മളോടൊപ്പം ചേരുന്നത്. ഐസക് തോമസ് സാർ, ഒരിക്കൽ കൂടെ സ്വാഗതം. താങ്ക് യു സാർ. നമ്മൾ ഇതിനോടകം 3 എപ്പിസോഡുകൾ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മുടെ അറിവ് എത്തിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നമ്മളൊരു വെബിനാർ നടത്തി. ആ വെബിനാറിൽ വന്ന് കുറേയധികം കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റും കണ്ടെത്തി. ഒപ്പം തന്നെ അവർക്കുള്ള കരിയർ കൗൺസിലിങ്ങും കൊടുത്തു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലാണ്. ഈ നീറ്റിൻ്റെയും കീമിൻ്റെയും റിസൾട്ട് വന്ന ശേഷം കുറേ കുട്ടികൾ ഇങ്ങനെ വിഷമിച്ച് നിൽപ്പുണ്ട്. അവർ ഒരുപക്ഷെ വലിയ പ്രതീക്ഷയോടെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നതാകാം. അവർക്ക് ഉദ്ദേശിച്ച റാങ്കോ കാര്യമോ വരാതെ ഇങ്ങനെ നിരാശയിലേക്ക് പോകുന്നത്. ഇവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? എന്ത് പരിഹാരമാണ് നൽകാനുള്ളത്? നമ്മൾ കുട്ടികളുടെ അഭിരുചിയും അതുപോലെ തന്നെ അവരുടെ കരിയറിനെ ഏറ്റവും ഉദാത്തമായ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു യത്നമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ. നമുക്ക് ഒരു വലിയൊരു സന്ദേശമാണ് കേരളത്തിൽ കൊടുക്കാൻ ശ്രമിച്ചത്. ആ സന്ദേശത്തിൻ്റെ ബാക്കിയായിട്ട് വേണം ശരിക്കും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കുട്ടികളുടെ ഈ നീറ്റ് എക്സാം അതേപോലെയുള്ള പ്രമുഖ എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ ശേഷം അവരുടെ ഭാവി തീരുമാനിച്ച് ഒരു ഉന്നതമായ നിലയിലേക്ക് ഉചിതമായ തീരുമാനമെടുത്ത് അവർ പോകാൻ ശ്രമിക്കുമ്പോൾ ഈ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് അവരുടെ ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു വലിയ ഒരു റിസൾട്ടായിട്ട് അവർ കാണുകയാണ്. അതെ, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. വർഷങ്ങളായിട്ട് അതിനുള്ള കോച്ചിങ് പോയിട്ട് ഒന്നിലധികമോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുള്ള ഒരു നാട്ടിൽ കുട്ടികളെ മെഡിക്കൽ രംഗത്തേക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് രംഗത്തേക്കും മറ്റ് പ്രമുഖ പല മേഖലകളിലേക്കുമായിട്ട് ഇപ്പം നീറ്റ് വഴി പല മേഖലയിലോട്ടാണല്ലോ പോകുന്നത്. മെയിൻലി അത് MBBSയിലേക്ക് നയിക്കുന്നതായതുകൊണ്ട് ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിലുണ്ടാവുകയോ അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടാവുകയോ ഒക്കെ ചെയ്താലും ഈ റിസൾട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെ, അതൊരു ഡിനോമിനേറ്ററാണ്. ആ റിസൾട്ട് ഉദ്ദേശിച്ച ഒരു ഫലം ഈ വർഷത്തെ റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പം വലിയ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം 720 കിട്ടിയ ബഹുമിടുക്കന്മാരും മിടുക്കികളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ആ റിസൾട്ട് ടഫായിരുന്നു. നീറ്റ് തന്നെ പൊതുവെ ടഫായിരുന്നു, എല്ലാ പിള്ളേരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ആ റിസൾട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഹഗ് ഇൻ്റർനാഷണൽ എന്നിവിടെ ചർച്ച ചെയ്യുന്ന ഈ വിഷയം ശരിക്കും മാതാപിതാക്കളോടും മക്കളോടും മൊത്തത്തിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്കൊരു മങ്ങലേൽക്കുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു പ്രയാസമുണ്ട്. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിരാശ വരിക സ്വാഭാവികമാണ്.
പക്ഷേ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ റെസ്പോൺസ് എന്താണെന്നുള്ളതാണ്. ഈ റെസ്പോൺസ് വളരെ ഇമ്പൾസീവ് ആകുമ്പം, പെട്ടെന്ന് ക്വിക്ക് ആകുമ്പം, ആരെങ്കിലും വളരെ കൃത്യമായിട്ടൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാതെ ആരുടെയെങ്കിലും ഒരു ചെറിയ ഫീബിളായിട്ടുള്ള വളരെ വികലമായ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന രീതിയിലേക്ക് കുട്ടികളും അതേപോലെ അവർ ഒരുക്കിയ മാതാപിതാക്കളും പോയാൽ തീർച്ചയായിട്ടും അവർക്ക് ശരിക്കും പിടിച്ചു നിൽക്കാൻ നല്ല കഴിവുള്ള കുട്ടികളാണല്ലോ ഇതിനു വേണ്ടി പോകുന്നത്. പഠിക്കാൻ കഴിവുണ്ടെന്ന് അവർ ഉറപ്പിച്ചവരാണ്. അങ്ങനെ ഉറപ്പിച്ചവർ ഒരുങ്ങി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഒരൊറ്റ പ്ലാൻ എ മാത്രം ഉണ്ടാവുകയും, അപ്പം നമ്മൾ ഒരു പ്ലാൻ മാത്രമല്ല ഒന്നിലധികം പ്ലാനുകൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കുട്ടിക്ക് പ്ലാൻ എ എന്ന് പറഞ്ഞ് ഈ നീറ്റ് വഴി കിട്ടേണ്ട MBBS അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റു കോഴ്സുകളോ കിട്ടുന്നില്ലെങ്കിലും നെക്സ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്നൊരു ആശ്വാസകരമായൊരവസ്ഥ അവർക്കില്ലാതെ പോകുന്നത്, അങ്ങനെ ചിന്തിക്കാതെ പോകുന്നത് വലിയ കഷ്ടമാണ്. അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്, ഈ കുട്ടി ഇതോടെ ഇരുളടഞ്ഞു. തൻ്റെ പലരും തന്നെ ആത്മഹത്യയുടെ വക്കിൽ അവർ പറഞ്ഞു ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അവർക്ക് എങ്ങനെയാണ് സാർ നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു പ്ലാൻ സജസ്റ്റ് ചെയ്യാൻ? തീർച്ചയായിട്ടും there are so many options other than നീറ്റ് ഇല്ലാതെ, വിത്തൗട്ട് നീറ്റ് മെറിറ്റിലൂടെ അഡ്മിഷൻ കിട്ടുന്നത്, അതല്ലെങ്കിൽ ഇവരുടെ ഇൻ്റലിജൻസിനനുസരിച്ച് മൾട്ടിപ്പിൾ അനുസരിച്ച് മറ്റു പല കോഴ്സുകളിലേക്ക് മാറിപ്പോവാൻ സാധിക്കും എന്നുള്ള സന്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ഇവർക്കുണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, അതായത് പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്ന് തോന്നുന്ന കുട്ടികളെ മാതാപിതാക്കൾ തിരിച്ചറിയണം. ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് ആ കുട്ടികളെ വെച്ച് മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അതിൻ്റെ എക്സ്പേർട്ടുകളിലേക്ക് എത്തിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന സർവീസുകൾ സത്യത്തിൽ അതാണല്ലോ. അവർക്ക് വീണ്ടും അടുത്ത വഴി ഓപ്ഷൻസ് ഉണ്ട് എന്ന് കാട്ടിക്കൂടാൻ നമ്മളെ കൊണ്ട് പറ്റും. എന്തുകൊണ്ട് പറ്റും? കാരണം അവരുടെ ഇൻ്റലിജൻസ് അസസ് ചെയ്തുകൊണ്ട് പറ്റും. അതുപോലെ തന്നെ അവരുമായിട്ട് കരിയർ കൗൺസിലിംഗ് നടത്തിക്കൊണ്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ്? സോ മെനി ഓപ്ഷൻസ്. ഈ സോ മെനി എന്ന് പറയുമ്പം നമുക്ക് വിരലിൽ എണ്ണിയെടുക്കാവുന്നതിന് അപ്പുറം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം ആദ്യം മാതാപിതാക്കളും മക്കളും എന്തിന് നമ്മുടെ അധ്യാപകർ ഇവരെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തണ്ടേ? അതായത് ഈ നീറ്റ് എഴുതുന്ന കുട്ടി എൻട്രൻസ് എക്സാമിന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് 3 സബ്ജക്ട്സാണ്. അതിനകത്ത് ബയോളജി ഉണ്ട്, 720 പകുതി മാർക്ക് 360 മാർക്ക് മേടിക്കേണ്ട ബയോളജി ഉണ്ട്. ഫിസിക്സ്, ഈ നീറ്റിൻ്റെ ഏറ്റവും ഡിനോമിനേറ്റർ ഫിസിക്സ് ആണ്. ഫിസിക്സ് ടഫ് ആകുമ്പോഴാണ് നീറ്റ് പോലും കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഫിസിക്സ് അത് 180 മാർക്കുള്ള ഫിസിക്സ് കിടക്കുന്നു. അതേ 180 മാർക്കിലുള്ള 45 ക്വസ്റ്റ്യൻസോട് കൂടിയുള്ള കെമിസ്ട്രി ഉണ്ട്. ഈ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് കെമിസ്ട്രിയിൽ നന്നായിട്ട് മാർക്ക് മേടിക്കും. എന്തിന്? കെമിസ്ട്രിയിലൂടെ പോയി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എടുത്ത് വേണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കച്ചവടം എന്നൊക്കെ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, മരുന്ന് കമ്പനികളിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വിചാരിച്ച ലോകത്തിലെ ഏതിനെയും വിലക്കെടുക്കാം. അങ്ങനെയുള്ള മരുന്ന് കമ്പനികളുടെ തലപ്പത്തേക്ക് ഇപ്പോൾ ഉദാഹരണം സിപ്ല പോലുള്ള കമ്പനികളിലേക്കൊക്കെ ജോലി കിട്ടാൻ ഒരു കെമിസ്ട്രിന് കഴിയും. കെമിസ്ട്രി കഴിഞ്ഞിട്ട് അപ്പം ഡോക്ടറാവാൻ പറ്റുന്നില്ല. ആ കുട്ടിക്ക് ഡോക്ടറേറ്റ് ഇൻ ഫാർമസ്യൂട്ടിക്കലിൽ എടുത്തിട്ട് അതിന് തലപ്പത്തെത്തി മധുരപ്രതികാരം വേണമെങ്കിൽ മെഡിക്കൽ മേഖലയ്ക്ക് മുഴുവൻ വേണം കൊടുക്കാം. കെമിസ്ട്രിയിൽ മെഡിക്കൽ കോഴ്സിൽ ഏറ്റവും ഗംഭീര കോഴ്സ് സത്യം പറഞ്ഞാൽ ഫാർമസിയാണ്. പലർക്കും ഇവിടെ അറിയില്ല. ബാക്കിയുള്ളത് ഇപ്പോൾ ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിലും സർവീസാണ്. ഫാർമസി അങ്ങനെ വെറും ഒരു സർവീസല്ല. ഫാർമസി അത് ഗംഭീര സമ്പന്നമായ കോഴ്സാണ്, കെട്ടുറപ്പുള്ള കോഴ്സാണ്. പക്ഷെ പലർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ മരുന്നെടുത്ത് കൊടുക്കുന്ന അതിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് ബിഫാം കഴിഞ്ഞിട്ട് GPAT എഴുതിയിട്ട് മൊഹാലിയിലുള്ള നിപ്പർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച്, അവിടേക്ക് MPharm എടുത്താൽ ഡോക്ടറേറ്റ് ഇൻ ഫാർമസി കഴിഞ്ഞ് വന്നാൽ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഈ നീറ്റ് എഴുതി കിട്ടാത്ത ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഫാർമസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാർമക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം MBBS ഡോക്ടർമാരുടെ ഒക്കെ വേണമെങ്കിൽ പഠിപ്പിക്കാം നാളെ. ഇനി ഇത് വേണ്ട, +2 കഴിഞ്ഞ് നേരെ ഫാം ഡി എടുക്കാമല്ലോ. ഫാം ഡി എടുത്ത് അതും MBBS കഴിഞ്ഞും വീണ്ടും 6 മാസം കൂടെ പഠിക്കേണ്ട കോഴ്സാണ്. 5.5 വർഷം പഠിച്ച് 6 മാസത്തെ ഒരു ഇൻറ്റേൺഷിപ്പ് 6 വർഷത്തെ പഠിത്തമാണ്. അപ്പം ഞാൻ ഉദാഹരണത്തിനാണ് ഈ ഫാർമസി പറയുന്നത്. നമ്മുടെ നാട്ടിൽ പിള്ളേർക്ക് ഡോക്ടറാവണമെന്നൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കോഴ്സ് എടുക്കാനുള്ള വൈമനസ്യം എന്തുകൊണ്ടുണ്ടാവുന്നു? അതെന്തുകൊണ്ടുണ്ടാവുന്നു? കാരണം അതുണ്ടാക്കുന്ന ഒരു സ്റ്റാറ്റസ്, ആ സ്റ്റാറ്റസ് കോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഇവിടുത്തെ ഈ വലിയ അന്തരമാണ്, ഡിസ്പാരിറ്റീസ്. അത് ഡോക്ടർക്ക് വലിയ ഹയർ പൊസിഷൻ,
ഡോക്ടർമാർക്ക് കേട്ട് കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ പോലും പറയാതെ വയ്യ. അവർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് മാനസിക രോഗമുണ്ട്, ശാരീരികമായ എല്ലാ ഫിസിക്കൽ രോഗങ്ങളും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടറെ കൊണ്ട് മാത്രം ഒരാളെ ഈസിനെസ്സിൽ എത്തിക്കാൻ പറ്റില്ല. ഈ ഡിസീസ് വന്ന ഒരാളെ ഈസിനെസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ നേഴ്സും വേണം, നേഴ്സ് വേണം, ബാക്കിയുള്ള എല്ലാം മൾട്ടി ഡിസിപ്ലിനറി ടീമിൽപ്പെടുന്ന ആളുകളെല്ലാം വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നേഴ്സ് ആണ് നിർണായകമായി ഈസിനെസ് രോഗിയെ രോഗത്തിൽ നിന്നും തിരിച്ച് കരകയറ്റി കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. ആ നേഴ്സ് ആവാൻ ആശ്വാസകരമായ ഈ ഭൂമിയിലെ മാലാഖകളെന്ന് വിളിക്കുന്ന നേഴ്സാവാൻ നമ്മുടെ കുട്ടികൾക്ക് ഡോക്ടർ അല്ലാതെ നേഴ്സാവാൻ മനസ്സില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഡിസ്പാരിറ്റികളുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇതാണോ സാറേ ശ്രദ്ധിച്ച് നോക്കും. ഞാൻ 2 വർഷം ന്യൂസിലൻഡിലായിരുന്നു. ന്യൂസിലൻഡിൽ നമുക്കറിയാം അവിടെ നേഴ്സ് ആവുക എന്ന് പറഞ്ഞ ഒരു ഗസറ്റ് റാങ്കിനെ പോലെ തന്നെ ഒപ്പത്തിനൊപ്പം ഒരു ഇതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഈ IELTS ക്ലിയർ ചെയ്തും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്വാളിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് IELTSൻ്റെ സ്കോർ കൊണ്ട് വിദേശ രാജ്യത്തേക്ക് എത്തുന്നതിൻ്റെ കാര്യം തന്നെ അവിടെ അന്തസ്സുള്ള നല്ല ഡിഗ്നിറ്റിയോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഡോക്ടറാവാൻ പറ്റിയില്ലെങ്കിലും ഒരുപക്ഷെ ഇവിടെ ഒരു ഡോക്ടറായാൽ കിട്ടുന്ന ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് അപ്പുറത്തേക്ക് വേണമെങ്കിൽ ഒരു 10 വർഷത്തുള്ളിൽ ഈ കുട്ടിക്ക് നേഴ്സാകുന്ന കുട്ടിക്ക് ആകാൻ പറ്റും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അപ്പോൾ അങ്ങനെ ഒരു നേഴ്സിങ്ങിലേക്ക് ഷിഫ്റ്റ് ആവാൻ ഒരു കുട്ടിക്ക് തയ്യാറായാലും നീറ്റ് കിട്ടിയില്ലെങ്കിലും നിരാശയില്ലാതെ തീർച്ചയായിട്ടും പോകാമേ. എനിക്കത് ആദ്യം മാറേണ്ടത് പേരൻസ് ആണ്, പേരൻസിന്റെ മെന്റാലിറ്റിയാണ്. ശരിക്കും ഇവിടെ ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സസ്, നേഴ്സിംഗ്, എത്രയോ കോഴ്സുകളാണ് ഇൻക്ലൂഡിങ് സോഷ്യൽ വർക്ക്, ഇത് അതൊരു സേവനമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇത് ഏതിലേക്ക് വേണമെങ്കിലും പോകാമല്ലോ. അതിലൊരു കാര്യം കൂടെ സാറ് സൂചിപ്പിക്കട്ടെ. കെമിസ്ട്രിയുടെ ഉദാഹരണം പറഞ്ഞ ഫാർമസിയിലോട്ട് പോയത്, അതുപോലെ ഫിസിക്സ് എടുത്താലും കുട്ടികൾക്ക് ഉയർന്ന ലെവലിലേക്ക് പോകാൻ പറ്റുന്ന എത്രയോ കോഴ്സുകൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കൊസാറ്റിൽ ഫിസിക്സ് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അതായത് ഫോട്ടോണിക്സ് അപൂർവം കോഴ്സാണ് ഫോട്ടോണിക്സ്. ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കുസാറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ ഫോട്ടോണിക്സ് ഉള്ളൂ. അപ്പം കുസാറ്റ് കാറ്റ് എന്ന് പറഞ്ഞ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ നീറ്റിനോടൊപ്പം അങ്ങനെ ഒരു എൻട്രൻസ് കൂടെ മനസ്സിൽ വെച്ചാൽ ഈ ഫോട്ടോണിക്സ് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നാളെ ഇലോൺ മസ്കിൻ്റെ ഒക്കെ ടീമിലേക്ക് വേണമെങ്കിൽ സ്പേസിൽ പോലും വർക്ക് ചെയ്യാവുന്ന ഒരു സാധ്യതയുണ്ട്. നീറ്റ് എഴുതി കുട്ടിക്ക് ഫിസിക്സ് ഉണ്ട്, ബേസിക് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ സാധിക്കും. ഇനി മാത്തമാറ്റിക്സ് അവർ പഠിച്ചിട്ടുള്ള മാത്സ് വഴിയും കുട്ടികൾക്ക് വേറെ ആക്ച്വറിയൽ സയൻസ്, അതേപോലെ അപൂർവമായ പല കോഴ്സുകളിലേക്കും സ്റ്റാറ്റസിലേക്കും ഒക്കെ എത്താൻ പറ്റും. അവൻ്റെ ഇന്റലിജൻസ് ഏതാണ് ഏറ്റവും കൂടുതൽ അതനുസരിച്ച് മൂവ് ചെയ്യാൻ ഓപ്ഷൻസ്. ബയോളജിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. ബയോളജിയിൽ നിന്നും ഒരു കുട്ടിക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷൻ 4 ജനറലായിട്ട് തിരിയുമല്ലേ. ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി, ബയോടെക്നോളജി. ഇതിൽ ബയോടെക്നോളജി എത്രയോ ഗംഭീരമാണ്. ഒരു കുട്ടി ബയോടെക്നോളജി ഗ്രാജുവേഷൻ നമ്മുടെ നാട്ടിലെടുത്താൽ ആ കുട്ടി അതിൻ്റെ PG എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടറേറ്റിലോട്ട് പോകണം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ബയോടെക്നോളജിയിലൊക്കെ ഡോക്ടറേറ്റ് എടുത്തവർ നമ്മുടെ കോട്ടയത്ത് തന്നെ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നവർ ഡോക്ടറേറ്റ് ബയോടെക്നോളജിയിലുള്ളവരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോബയോളജിയിലുള്ളവരായിരിക്കും, പ്ലാന്റ് മൈക്രോബയോളജിയിലുള്ളവരായിരിക്കും. അപ്പം ഈ രീതിയിലൊക്കെ കരിയർ പാത്ത് വേസ് ഉണ്ട് എന്ന് കുട്ടികൾ അറിയണം. ഒരു രാജ്യത്തെ മികച്ച സയൻറ്റിസ്റ്റ് ആക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടിഫർ, മുംബൈയിലാണത്. അപ്പം ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു കുട്ടി കടന്നു ചെല്ലാമെന്ന് തിരിച്ചറിവുണ്ടായാൽ നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. ആ കുട്ടിക്ക് ഒരു നോബൽ പ്രൈസ് വരെ കിട്ടാനുള്ള വഴി നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി സാറേ അത്രത്തോളം വലിയ ഹയർ പ്രൊഫൈലൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടിക്ക് വേണമെങ്കിൽ വെറും സുവോളജി പഠിക്കുന്നു, സുവോളജി പഠിച്ചിട്ട് ആ കുട്ടിക്ക് വേണമെങ്കിൽ വളരെ വ്യത്യസ്തമായ ഫീൽഡിലേക്ക് എത്താം. ഇവിടെ പലർക്കും അറിയത്തില്ല. ഈവൻ സുവോളജി പഠിപ്പിക്കുന്നവരും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. സുവോളജിയുടെ ഗ്രാജുവേഷൻ എടുക്കുന്നത് ഒരു എയ്ഡഡ് കോളേജിലാണ്. ഇപ്പോൾ ഉദാഹരണം CMS കോളേജ് സുവോളജി എടുക്കുന്നു, അല്ലെങ്കിൽ മാന്നാനത്ത് എടുക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു കോളേജിൽ സുവോളജി എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത്, ആ കുട്ടി സുവോളജിയിൽ നിന്ന് MSc എടുത്ത് പഠിപ്പിക്കാൻ പോകണമെന്നൊന്നുമില്ല. ഷിഫ്റ്റ് ചെയ്ത് വളരെ മികച്ച മെഡിക്കൽ ഫീൽഡിൽ ഇനി വരും കാലങ്ങളിൽ നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് എംബ്രിയോളജി. എംബ്രിയോളജി പക്ഷേ പഠിക്കാൻ എല്ലായിടത്തും പറ്റില്ല. എംബ്രിയോളജി നമുക്ക് സൗത്ത് ഇന്ത്യയിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സുവോളജിയിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടിക്ക് എംബ്രിയോളജിയിൽ MSc എടുക്കാൻ അവസരമുണ്ട്. ആ ഒരു എൻട്രൻസ് എഴുതാമെന്ന് സുവോളജി പഠിക്കുന്ന ഒരു കുട്ടി അറിഞ്ഞാൽ +2 കഴിഞ്ഞ്, ഇപ്പോൾ +2 കഴിഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കണമെന്നുള്ള ആദ്യം പിടിച്ചിരിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഓപ്ഷൻ എടുക്കാം. 3 വർഷം അനങ്ങണ്ട, കാരണം ഫീസൊന്നും വേണ്ട. നമ്മുടെ ഏതൊരു കോളേജിൽ സുഖമായിട്ട് പഠിക്കും. 3 അല്ല 4 വർഷത്തെ. ഇപ്പോൾ ഓണേഴ്സ് ഡിഗ്രി ആയല്ലോ, അപ്പം ഇപ്പോൾ അത് കൃത്യമായിട്ട് എടുത്ത് പറയണം. അപ്പോൾ ആ 4 വർഷം കഴിയുമ്പം ആ കുട്ടിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന
സ്പെഷ്യലൈസ്ഡ് എംബ്രിയോളജിസ്റ്റായി മാറാം. Okay. എംബ്രിയോളജിസ്റ്റായി കഴിഞ്ഞാൽ IVF ക്ലിനിക്സുകളും ഹോസ്പിറ്റലിലും ഡിമാൻഡ് കൂടുക. കാരണം കുട്ടികളില്ലാത്ത ദമ്പതികളുടെ എണ്ണം കൂടുക. അവർക്ക് ചിലപ്പോൾ ഒരു ഹോർമോൺ ഇംബാലൻസിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ കുട്ടികളില്ലാത്ത ദമ്പതികളുടെ മുമ്പിൽ ഒരു ദൈവമായി മാറാൻ പോലും സാധിക്കുന്ന ഒരു അവസരമാണ് എംബ്രിയോളജിസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നമ്മൾ നാടൻ ഭാഷ പറയും ലഡു പൊട്ടും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ വരണം. ഇനി മറ്റൊരു കോഴ്സ് കൂടെ സാറേ പറയട്ടെ. അത് സൗത്ത് ഇന്ത്യയിൽ കൊച്ചിയിൽ മാത്രമേ അത് പ്രബലമായിട്ട് വന്നുള്ളൂ. അമൃത യൂണിവേഴ്സിറ്റിയിലെ മോളിക്കുലാർ മെഡിസിൻ എന്ന് പറയുന്നത്, മോളിക്കുലാർ ബയോളജിയുടെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ് മോളിക്കുലാർ മെഡിസിൻ. ഈ മരുന്ന് നിർമ്മാണവുമായിട്ടും അതുപോലെ തന്നെ ഡിസീസുകളുടെയൊക്കെ ഈ ജനസിസ് അതൊക്കെ മനസ്സിലാക്കി അതിൻ്റെയൊക്കെ പാറ്റേൺസൊക്കെ മനസ്സിലാക്കിയെടുത്ത് റിസർച്ച് ലെവലിലേക്ക് പോകാൻ പറ്റുന്നൊരു കുട്ടിക്ക്, ബയോളജി എടുത്ത കുട്ടി, ബയോളജിക്ക് നന്നായിട്ട് പഠിക്കാതെ കഴിവുള്ളവരാണല്ലോ ഡോക്ടറാകാൻ പോകുന്നത്. ആ കുട്ടിയുടെ ഡോക്ടറാവണമെന്നുള്ള ആഗ്രഹത്തെ മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ള ആ ലെവൽ വിട്ട് റിസർച്ചറിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. റിസർച്ചറാകുന്നത് സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഫണ്ട് ഫ്ലോ ചെയ്യുന്നത് ഗവേഷണ മേഖലയിലേക്കാണ്. മെഡിക്കൽ രംഗത്താണെങ്കിലും ഏത് രംഗത്തും. അപ്പോൾ ആ റിസർച്ചറാകാൻ ഈ കുട്ടിക്ക് കിട്ടുന്ന വലിയ സുന്ദരമായ ഒരു ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ് മോളിക്കുലാർ മെഡിസിൻ എന്ന് പറയുന്ന കോഴ്സ്. അത് എൻട്രൻസ് ഈ പറയുന്ന നീറ്റൊന്നും വേണ്ട, നേരിട്ട് അവരുടെ ഒരു ഓൺലൈൻ എൻട്രൻസ് അറ്റൻഡ് ചെയ്ത് ഈ കുട്ടിക്ക് അത് പഠിക്കാനുള്ള കഴിവുണ്ടോയെന്നൊന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ, ഈ റെയറായിട്ടുള്ള കോഴ്സുകളിലോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും കടിപിടി കൂടുന്ന കോമ്പറ്റീഷൻ കുറവാണ്. പക്ഷേ ഈയിടെ ഞാൻ കുമരകത്ത് നമ്മുടെ കോഴ്സ് കൂടിയ ഒരു കുട്ടിക്ക് ഈ പറയുന്ന ഒരു ഈ ഒരു കോഴ്സിൻ്റെ ഓപ്ഷനൊക്കെ പറഞ്ഞു ടെസ്റ്റ് എടുത്ത കുട്ടി, നമ്മുടെ ടെസ്റ്റ് എടുത്ത കുട്ടിക്ക് പലരോട് ഞാൻ ഓപ്ഷനുകളെല്ലാം പറയുന്നുണ്ട്. നമുക്കൊരു പ്ലാൻ ABCD കൊടുക്കുന്നുണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ ഈ ആ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് നിലവിൽ എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്: എവിടെയെങ്കിലും ഇങ്ങ് സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ നിരാശപ്പെട്ട് നിൽക്കുന്നു, ഇത് കിട്ടില്ല അത് കിട്ടില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും സൊല്യൂഷൻസ് ഒരുപാടാണ്. അവർ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം അവർക്ക് എത്താൻ പറ്റും. വേറൊരു സാധ്യത ലോകം വളർന്നു കഴിഞ്ഞു സാറേ, ലോകം വളർന്നു കഴിഞ്ഞ് എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ. സാർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ശരിക്കും ഈ നീറ്റും കീമും കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുടെ മഴ, ഇങ്ങനെ കുളിർമഴ പെയ്ത പോലെ. കാരണം ഇനി എന്തെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ക്രോഡീകരിച്ചാലേ ശരിക്കും ഇപ്പോൾ കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ അല്ലെങ്കിൽ ബയോളജി ആണോ ഏതിലാണ് സ്കില്ലെന്ന് കണ്ടെത്തിയിട്ടല്ലേ നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശരിക്കും അവർക്ക് വേണ്ടത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് അസസ്മെന്റ് തന്നെയല്ലേ? തീർച്ചയായിട്ടും ആ അസസ്മെന്റ് നടത്തി കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ സാർ, അപ്പോൾ അവിടെ എൻ്റെ അടുത്ത ചോദ്യം വരിക, ആവറേജ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അപ്പോൾ ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ്. ഞാൻ നോർമലി കണ്ടേക്കുന്നത് ലൈഫിൽ ഏറ്റവും അധികം വിജയം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വലിയ കഴിവുള്ള കുട്ടികളെക്കാൾ ഒരു ആവറേജ് പെർഫോമൻസാണ് ലൈഫിൽ മാറ്റം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ രക്ഷകർത്താക്കളുടെ നിർബന്ധം കൊണ്ടോ മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്തിട്ട് നീയും നീറ്റ് എഴുതി ഡോക്ടർ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഫോക്കസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ റാങ്ക് കിട്ടുന്നില്ല. സ്വാഭാവിക ഒരു ഭയങ്കര ഡിപ്രസ്ഡ് ആവും. കാരണം ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള കുട്ടികളൊക്കെ കുറച്ച് സമയം കൊണ്ട് പഠിക്കുമ്പോൾ ഇവർ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇരുന്ന് ഉറക്കളച്ചിരുന്ന് പഠിച്ചിട്ട് ഇവർക്ക് അവരെക്കാളും താഴ്ന്ന റാങ്കിലേക്ക് വരുന്നു. ഭയങ്കരമായിട്ട് നിരാശരായി പോകാറുണ്ട്. ഓക്കെ, ഇവരോട് എന്താണ് സാറിന് പറയാനുള്ളത്?